സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവ് വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ നമ്മോടും നമ്മുടെ കുടുംബത്തോടും ഇന്ന് സംസാരിക്കുന്നത് ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറണം. ഇന്ന് പലരും ദൈവം തന്നിരിക്കുന്ന ദാനങ്ങളും ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും അത് സ്വന്തം നേട്ടമാണ്, സ്വന്തം കഴിവാണ് എന്ന് ധരിച്ച് അതിൻ്റെ മഹത്വം സ്വയം എടുക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. മറ്റുള്ളവരുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും ഒക്കെ വലിയ സ്ഥാനങ്ങൾ നൽകി ദൈവം നമുക്ക് ദാനമായി തന്നതിനെല്ലാം സ്വന്തം നേട്ടം കൊണ്ട് നേടിയതാണ് എന്നുള്ളൊരു മട്ടിൽ ഒരു ജീവിതം നയിക്കുന്നുണ്ട്. അത് വലിയ അപകടകരമായ ഒരു ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കിന്ന് വചനത്തിലൂടെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ വചനത്തിലൂടെ നമുക്ക് പരിശ്രമിക്കാം. ഹല്ലേലൂയ. അതിനു മുൻപ് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ പതിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, മാനസാന്തരം ഉണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് അഭ്യർത്ഥിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ ശുശ്രൂഷയിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റത്തിന് അവിടുന്ന് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ വചനം ഓരോരുത്തരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുന്നതിനും അതവരുടെ ജീവിതത്തെ വലിയൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമായി തീരാൻ ഞങ്ങൾക്ക് എളിമയും വിനയവും വിശ്വാസവും വിശുദ്ധിയും എല്ലാം തന്ന് സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവർത്തനത്തിലെ ഒരു സംഭവം വായിച്ച് നമുക്ക് ഈ തിരുവചന ഭാഗം നമുക്ക് ചിന്തിച്ച് മുൻപോട്ട് പോകാം. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ 20 മുതൽ 23 വരെ ഉള്ള വചനങ്ങൾ. ഒരു ജനവിഭാഗത്തോട് ഹെരോദസ് രാജാവിന് വലിയൊരു വൈര്യമുണ്ടായിരുന്നു, ഒരു പക, ഒരു ദേഷ്യമുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു സമാധാനത്തിന് വേണ്ടി ഹെരോദസിനെ അപേക്ഷിക്കാൻ ഒരു നിശ്ചിത ദിവസം ജനം ഒരുമിച്ച് കൂടി. ഹെരോദസ് രാജാവ് രാജകീയ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് ഭയങ്കര ആഡംബരത്തോടു കൂടെ വളരെ മഹത്വപൂർണനായി സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. എന്നിട്ട് ആ ജനക്കൂട്ടത്തോട് രാജാവ് സംസാരിക്കുകയാണ്. രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് വലിയ ബഹുമാനപൂർവം ആഡംബരപൂർവം അദ്ദേഹം സിംഹാസനത്തിരുന്ന് ജനത്തോട് സംസാരിച്ചപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഇതൊരു ദേവൻ്റെ ശബ്ദമാണ്. ജനം അത് വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് അതിൻ്റെ 22-23 വരുമ്പോൾ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: പെട്ടെന്ന് ഒരു ദൈവദൂതൻ ഹെരോദസ് രാജാവിനെ അടിച്ചു വീഴ്ത്തി. പെട്ടെന്ന് ഒരു ദൈവദൂതൻ ഈ ഹെരോദസ് രാജാവിനെ അടിച്ച് സിംഹാസനത്തിൽ മറിച്ച് താഴേക്കിട്ടു. എന്നിട്ട് 23-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നതിനാണ്: അവൻ പുഴുക്കൾക്ക് ഇരയായി അന്തിശ്വാസം വലിച്ചു, കാരണം അവൻ ദൈവത്തിന് മഹത്വം നൽകിയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ജനത്തോട് സംസാരിച്ചതല്ല പ്രശ്നം. അവൻ വിശേഷ വസ്ത്രങ്ങളണിഞ്ഞ്, രാജകീയ വസ്ത്രങ്ങളണിഞ്ഞ് സിംഹാസനത്തിൽ വലിയ പ്രൗഢിയോടെ ഇരുന്നതല്ല പ്രശ്നം. ജനം അവന് ഇതൊരു ദേവൻ്റെ ശബ്ദമാണ്, ഇത് ഭയങ്കര മനോഹരമായിരിക്കുന്നു, അങ്ങനെ പറഞ്ഞതല്ല പ്രശ്നം. ഇതൊക്കെ കേട്ടപ്പോൾ, ഇതൊക്കെ സംഭവിച്ചപ്പോൾ
ഈ ഹെറോദസ് രാജാവ് തൻ്റെ ഹൃദയത്തിൽ വലിയ അഹങ്കാരത്തിൻ്റെ ആളായിട്ട് മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ ചിന്തയിൽ അവൻ എന്ത് വിചാരിച്ചെന്നറിയാമോ? ഞാൻ എന്തോ ആണ്. ബൈബിൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതിനാണ്, അവൻ ദൈവത്തിന് മഹത്വം നൽകിയില്ല, പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു. ഹല്ലേലൂയ! ഒരു രാജാവിൻ്റെ അവസ്ഥയാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങൾ രാജാവിനെ അങ്ങോട്ട് പൊക്കിയപ്പോൾ, അങ്ങോട്ട് പുകഴ്ത്തിയപ്പോൾ, അവനെ അങ്ങോട്ട് അംഗീകരിച്ച് വാനോളം ഉയർത്തിയപ്പോൾ, അവൻ ഹൃദയത്തിൽ എങ്ങനെയായിരുന്നു ചിന്തിക്കേണ്ടത്? ഇതിൻ്റെ എല്ലാം അവകാശി ദൈവമാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഈ ഒരു ദുരന്തം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ദൈവം കനിഞ്ഞ് നമുക്ക് ധാരാളം സമ്പത്ത് നൽകി. അപ്പം നമ്മൾ എന്ത് ചിന്തിക്കാം? എൻ്റെ കഴിവ് കൊണ്ട് ഞാനിതെല്ലാം നേടി. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. എല്ലാം ഞാൻ എൻ്റെ കഴിവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെറോദസ് ഒരുപക്ഷെ അങ്ങനെയാണോ ചിന്തിച്ചത്? അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് ഉയരുന്നതിന് കാരണം ദൈവമല്ലേ? അദ്ദേഹത്തെ രാജാവാക്കിയത് ദൈവമല്ലേ? ആ മഹത്വം അദ്ദേഹത്തിന് കൊടുത്തത് ദൈവമല്ലേ? അപ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഈ ദാനത്തെ ഓർത്ത്, ദൈവം തന്ന ഈ കൃപകളെ ഓർത്ത്, ദൈവം തന്ന ഈ ഔന്നത്യത്തെ ഓർത്ത് ശരിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ആളായിരുന്നില്ലേ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവദൂതൻ ആ സിംഹാസനത്തിലിരുന്ന രാജാവിനെ അടിച്ചു വീഴ്ത്തി അവൻ പുഴുക്കൾക്കിരയായി അന്ത്യശ്വാസം വലിച്ചു. കാരണം അവൻ ദൈവത്തിന് മഹത്വം നൽകിയില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ വചനഭാഗത്തിൽ നിന്ന് നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിലൊക്കെയും നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം അവൻ ദൈവത്തിന് മഹത്വം നൽകിയില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഓരോരോ സംഗതികളെ തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തിന് മഹത്വം നൽകാറുണ്ടോ? ഇത് ദൈവത്തിൻ്റെതാണെന്ന് പറയാറുണ്ടോ? ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് നമ്മൾ ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ടോ? ജെറമ്യ 13 അതിൻ്റെ 16-ാമത്തെ വാക്യം. ജെറമ്യ പ്രവചന പുസ്തകം 13-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ വചനം ദൈവത്തിന് മഹത്വം നൽകേണ്ടത് എങ്ങനെയാണ്, ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാനിരിക്കുന്നത് എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങൾ അവിടുത്തെ നാമത്തിന് മഹത്വം നൽകണം. പ്രൈസ് ദ ലോർഡ്. വചനം ശ്രദ്ധിച്ച് കേൾക്കുക. ജെറമ്യ പ്രവചനം 13-ാം അധ്യായം 16-ാമത്തെ വാക്യം. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിന്, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം നൽകണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ കൂരിരുട്ടായിരിക്കും ഫലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ഈ തിരുവചനം നമുക്ക് നൽകുന്ന ഉപദേശം? ജെറമ്യ പ്രവചനം അധ്യായം 13 16-ാമത്തെ വാക്യത്തിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ അന്ധകാരം വരുത്തുന്നതിന് കാരണമുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇരുൾ നിറഞ്ഞ മലമുകളിൽ നമ്മുടെ കാൽപാദങ്ങൾ ഇടറിക്കുന്നതിന് കാരണമുണ്ട്. എന്താ കാരണം? എല്ലാം ദാനമായി തന്നിരിക്കെ, എല്ലാം സൗജന്യമായി ദൈവം തന്നിരിക്കെ, അതിനൊന്നിനും ഇത് ദൈവത്തിൻ്റെതാണ്, ഇതെൻ്റെ കർത്താവ് എനിക്ക് തന്നതാണ്, അവിടുത്തെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് പറയുന്നതിന് പകരം അതെല്ലാം നമ്മുടെ എന്തോ വലിയ പ്രവൃത്തി കൊണ്ട്, വലിയ കഴിവ് കൊണ്ട് നാം നേടിയതാണ്, നാം അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്ന ചിന്തയിൽ അതിൽ മാത്രം നമ്മൾ അഹങ്കരിച്ച് മുൻപോട്ട് പോകുമ്പോൾ വചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. തിരുവചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ജെറമ്യ പ്രവാചകനിലൂടെ ദൈവജനത്തോട് ദൈവം സംസാരിക്കുകയാണ്. മക്കളെ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരം കൊണ്ടുവരും. കർത്താവ് നിങ്ങളുടെ കാൽപാദങ്ങളെ ഇരുൾ നിറഞ്ഞ മലമുകളിൽ ഇടറിക്കും. അതിനു മുൻപ്, അത് സംഭവിക്കുന്നതിന് മുമ്പ്, ആ ദുരന്തം നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന് മഹത്വം നൽകണം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്.
എൻ്റെ സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മൾ കർത്താവിന് മഹത്വം നൽകാൻ ശ്രമിക്കാറുണ്ടോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അതിന് ദൈവത്തെ നമുക്ക് നന്ദി പറയാൻ പറ്റാറുണ്ടോ? ഇതെൻ്റെ കർത്താവ് എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞ് അവിടുത്തെ നാമത്തെ സ്തുതിക്കാറുണ്ടോ? അവിടുത്തെ നാമത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കാറുണ്ടോ? ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഹെറോദോസിൻ്റെ ദുരന്തം നമ്മുടെ കൺമുമ്പിലുണ്ടായിരിക്കണം. ഹെറോദോസിന് സംഭവിച്ച കാര്യം നമ്മുടെ കൺമുമ്പിലുണ്ടായിരിക്കണം. അവനെ ഒരു ദൈവദൂതൻ അടിച്ചു വീഴ്ത്തി. ആരും അറിഞ്ഞില്ല ആരാ തല്ലിയെന്ന്, എന്താ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് ആർക്കും കണ്ടുന്നവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. ദൈവദൂതൻ അവനെ അടിച്ച് താഴേക്കിട്ട് അവൻ പുഴുക്കൾക്കിരയായി അന്ത്യശ്വാസം വലിച്ചു. പുഴുക്കൾക്കിരയായി അവൻ്റെ ശരീരം ഒരുപക്ഷെ പുഴുക്കൾ കൊണ്ട് നിറഞ്ഞ് വലിയ രോഗത്തിന് അടിമപ്പെട്ടായിരിക്കാം അവൻ അന്ത്യശ്വാസം വലിച്ചത്. കാരണം അവൻ്റെ ഈ ഉയർച്ചയിൽ, വളർച്ചയിൽ, അവൻ്റെ ഈ സ്ഥാനമാനത്തിൽ ദൈവത്തിന് മഹത്വം നൽകേണ്ടതിന് പകരം ജനക്കൂട്ടത്തിൻ്റെ കയ്യടി മേടിച്ച് അവരുടെ പ്രശംസ പിടിച്ചുപറ്റി അവരുടെ മുമ്പിൽ വലിയ ആളായി ഇതെല്ലാം വലിയൊരു സംഗതിയാണെന്ന് ചിന്തിച്ച് അഹങ്കരിച്ച് മുൻപോട്ട് പോയി. ഹല്ലേലൂയ. അവസാനമോ വലിയൊരു ദുരന്തത്തിൽ ചെന്ന് അത് അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കണം. ഇന്ന് നാം അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ ആരുടേതാണ്? ഇന്ന് നമുക്കുള്ള ഈ ശാരീരിക ഉയർച്ച, ആരോഗ്യം, സൗന്ദര്യം, കഴിവ്, സമ്പത്ത്, ജോലി, സ്ഥാനമാനങ്ങൾ, ഭൂമിയിൽ മറ്റുള്ള മുമ്പിൽ ദൈവം നമ്മളെ വലിയ മഹത്വമുള്ളവനാക്കി മാറ്റിയത്, ഇതൊക്കെ എവിടുന്ന് വന്നതാണ്? ഇതിൻ്റെ ഉടയവൻ ആരാണ്? പ്രിയപ്പെട്ടവരെ, നമുക്ക് ബുദ്ധി തന്നത് ആരാണ്? ഓരോന്നിനെക്കുറിച്ചും ഒരു തിരിച്ചറിവ് നമുക്ക് അനിവാര്യമാണ്. ഓരോന്നിനെക്കുറിച്ചും ഒരു തിരിച്ചറിവ് നമുക്ക് വളരെ അനിവാര്യമാണ്. ഹല്ലേലൂയ. എന്തിനാണ് ഓരോന്നിനെക്കുറിച്ചും തിരിച്ചറിയണത്? ഓരോ സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഓരോ സംഗതികളെയും വിശകലനം ചെയ്ത് മനസ്സിലാക്കി അതിന് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമുക്ക് ഈ മുന്നറിയിപ്പ് തന്നത്. റോമാലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം അതിങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി അംഗീകരിക്കുകയോ അവിടുത്തേക്ക് മഹത്വം നൽകുകയോ ചെയ്തില്ല. പ്രൈസ് ദ ലോർഡ്. ഇതാണ് മനുഷ്യൻ്റെ ദുരന്തം. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും, അവർ ദൈവത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിലും, ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് ഇതൊക്കെയെന്ന് ചിലപ്പോൾ അവർക്ക് തിരിച്ചറിവുണ്ടായിരുന്നെങ്കിലും അവരെന്ത് ചെയ്തു? അവർ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയോ അവിടത്തേക്ക് മഹത്വം നൽകുകയോ ചെയ്തില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കാരണം അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അവരങ്ങോട്ട് എടുത്തു. ഇതെൻ്റെ ദൈവത്തിനാന്ന് പറയാൻ പറ്റില്ല. റോമ 1:27 പറയുന്നുണ്ട്, ദൈവത്തെ അംഗീകരിക്കുന്നത്, ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നത് ഒരു പോരായ്മയായി അവർ കരുതി, അതൊരു നാണക്കേടായിട്ട് കരുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും അവരെ കൈവിട്ട് കളഞ്ഞു. കണ്ടോ, ഹെറോദോസിനെ കൈവിട്ടതുപോലെയാണ്. അതാണ് മലമുകളിൽ കാൽപാദം ഇടറുമെന്ന് പറഞ്ഞത്. ഇരുൾ നിറഞ്ഞ മലമുകളിൽ കാൽപാദം ഇടറും. എവിടെയെങ്കിലും നമ്മൾ തട്ടി വീഴും. കാരണം എല്ലാത്തിൻ്റെയും മഹത്വം ഇന്ന് മനുഷ്യൻ പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ദൈവത്തിന് സ്ഥാനമില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരണം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സമ്പത്തുണ്ടാകുമ്പോൾ, നമുക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകുമ്പോൾ, നല്ല ആരോഗ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നല്ല ജോലി, നല്ല ഉയർന്ന ഒരു ഉദ്യോഗത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് തന്ന ദൈവത്തെ നമ്മൾ മറക്കരുത്. ആ കാര്യത്തിൽ നമ്മൾ അഹങ്കരിക്കരുത്. ആ കാര്യത്തിൽ നമ്മൾ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. അതൊക്കെ നിസാരം, എൻ്റെ ദൈവം തന്നതല്ലേ, അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പറയണം. നട്ടതും നനച്ചതും ഒരുപാട് പേരാണെങ്കിലും ഇതെല്ലാം വളർത്തിക്കൊണ്ടുവന്നതും ഇതെല്ലാം നമുക്ക് സൗജന്യമായി നൽകിയതും കർത്താവാണെന്ന് മറക്കരുത്. അതാണ് 1 കൊറിന്തോസ് 15:10 വചനം പഠിപ്പിക്കുന്നത്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് നമുക്ക് വേണം. പ്രൈസ് ദ ലോർഡ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇത് അനിവാര്യമാണ്. ദൈവം ദാനമായി തരാത്തത് എന്തുണ്ട്? മനുഷ്യൻ്റെ അധ്വാനമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ആ വചനം നമ്മൾ മറക്കരുത്. മനുഷ്യൻ്റെ അധ്വാനമോ പ്രയത്നമോ അല്ല,
ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിനും അടിസ്ഥാനം. ദൈവം നമ്മളോട് ദയ കാണിച്ചു, അതുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവിടെ നമ്മളോട് കരുണ കാണിച്ചു, അതുകൊണ്ട് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് പൗലോസിനെ പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, എനിക്കെന്തുണ്ടോ അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ അധ്വാനിച്ചു എന്ന് എഴുതി കിട്ടണം നിർബന്ധമുണ്ടോ? ഞാൻ പഠിച്ചു എന്ന് എഴുതി ഉയർച്ച ഉണ്ടാണ് നിർബന്ധമുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഒരു വാക്ക് നമുക്ക് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, എനിക്കെന്തുണ്ടോ അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് മറക്കരുത്. എനിക്കെന്തുണ്ടോ അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. ഇത് മറക്കുന്ന വ്യക്തിയാണ് അഹങ്കരിക്കുന്നത്. ഇത് ദൈവകൃപയാലാണെന്നും ദൈവത്തിൻ്റെ ദാനമാണെന്നും നാം മറക്കുമ്പോൾ അഹങ്കാരം ജനിക്കും. എന്നാൽ അത് ഓർത്തുകൊണ്ടിരുന്നാലോ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. ഓരോ ഉയർച്ച വരുമ്പോൾ, ഓരോരോ സംഗതികൾ ദൈവം നമ്മുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ അതിനെപ്രതിയെല്ലാം സമൂഹ മധ്യത്തിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മലാക്കി പ്രവചനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം, നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം നൽകാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപമയക്കും. ഹല്ലേലൂയ. മലാക്കി പ്രവചനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം, വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം നൽകാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപമയക്കും. എൻ്റെ സഹോദരങ്ങളെ, ദൈവം ശപിക്കുന്നല്ല, ദൈവം കൈവിട്ട് കളയും. സ്വന്തം മഹത്വം അന്വേഷിച്ച് സ്വന്തം മഹത്വത്തെ മാത്രം ലക്ഷ്യം വെച്ച് നമ്മൾ മുൻപോട്ട് നടക്കുമ്പോൾ ദൈവം തന്ന ദാനങ്ങൾക്ക് എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തി? ദൈവം നമ്മളോട് കാണിച്ച വലിയ കരുണയ്ക്ക് എവിടെയാണ് പ്രസക്തി? ദൈവം കൈപിടിച്ച് നടത്തിയ വഴികൾക്ക് എവിടെയാണ് പ്രസക്തിയുള്ളത്? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് മലാക്കി പ്രവചനം പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കരുത്, ശ്രദ്ധിക്കണം. അനുദിന ജീവിതത്തിലെ ഓരോ വഴിനടത്തലുകളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ കാണണം. ചിലപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്തപ്പോൾ പെട്ടെന്നൊരു വണ്ടി വന്നു, നമ്മൾ ചാടി രക്ഷപ്പെട്ടു. പെട്ടെന്ന് നമ്മൾ പറയും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഭാഗ്യമാണോ? ദൈവം പരിപാലിച്ചല്ലേ സഹോദരങ്ങളെ? ആ വാക്കിൽ തെറ്റില്ലായിരിക്കാം, പക്ഷേ അവിടെ നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ കണ്ട് ആ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവമേ, നീ സഹായിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് മലാക്കി പ്രവചനം, നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം നൽകാൻ മനസ്സ് വയ്ക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപമയക്കും. എന്ന് വെച്ചാൽ തകർച്ച. അതാണ് ജെറമ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞത്, ഇരുൾ നിറഞ്ഞ മലമുകളിൽ നമ്മുടെ കാൽപാദങ്ങൾ ഇടറും. അവിടെ ഇടറി എന്താ സംഭവിക്കുന്നത്? എന്തിനെ പ്രതിയാണോ ഞാനും നിങ്ങളും മഹത്വം അന്വേഷിച്ച് അഹങ്കരിച്ച് നടക്കുന്നത്, ആ സംഗതി നമുക്ക് പരാജയമായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സ്വന്തം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സംഗതിയിൽ അപമാനിതരായിത്തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. മലാക്കി പ്രവചനം പറയുന്നത് പോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. അനുദിന ജീവിതത്തിൽ കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന വഴികളെക്കുറിച്ച് നമുക്ക് നല്ല ശ്രദ്ധ വേണം. എന്തിനാ ശ്രദ്ധിക്കുന്നത്? അങ്ങനെ ശ്രദ്ധിക്കുന്നത് വഴി ആ പ്രവൃത്തി ദൈവത്തിൻ്റേതാണെന്നും അത് സൗജന്യമായി ദൈവം എനിക്ക് തന്നതാണെന്നും തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവത്തെ അനുദിനം മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. അപ്പം നമ്മൾ നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവം ദാനമായി തന്നതിനെ എല്ലാം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അനുദിനം നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരെ ദൈവവും മഹത്വപ്പെടുത്തും. 2 സാമുവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. പ്രിയപ്പെട്ട, അതിൻ്റെ ആരംഭം തൊട്ട് വായിച്ചാൽ ദൈവത്തിൻ്റെ പേടകം കൊണ്ടുവരുമ്പോൾ ദാവീദ് രാജാവ് ആ പേടകത്തിന് മുമ്പിൽ അല്പമാത്രം വസ്ത്രം ധരിച്ച് ആനന്ദ നൃത്തമാടുന്നത് കാണുകയാണ്. മിഖായൽ എന്ന് പറയുന്ന ദാവീദിൻ്റെ ഭാര്യ, സൗളിൻ്റെ മകൾ, അത് ജനലിക്കട നോക്കി കണ്ടു. ദാവീദ് തിരിച്ചു വന്നപ്പോൾ അവൾ പറഞ്ഞതാണ്, ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ, സ്ത്രീകളുടെ മുമ്പിൽ ആഭാസനെ പോലെ നിർലജ്ജം നിങ്ങളുടെ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ? 22-ാമത്തെ വാക്യത്തിൽ ദാവീദിന് മറുപടി പറയുന്നത് അറിയാമോ? കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി നിന്റെ മുമ്പിൽ ഇതിൽ കൂടുതൽ അവഹേളിതനും നിന്ദിതനുമായി തീരാൻ ഞാൻ തയ്യാറാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നിന്റെ മുമ്പിൽ. ആ സ്ത്രീയോട്, ഭാര്യയോട് ദാവീദ് പറയാണ്, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി, എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നിന്റെ മുമ്പിൽ ഞാൻ ഇതിൽ കൂടുതൽ അപഹാസ്യനും നിന്ദിനുമായി മാറും. പ്രൈസ് ദ ലോർഡ്. അത് പറയുന്ന ആരാ സഹോദരങ്ങളെ? ഇസ്രായേലിൻ്റെ രാജാവിന് തിരിച്ചറിവുണ്ടായി. എന്താണെന്നറിയാമോ? ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന എന്നെ പിടിച്ച് ഈ സ്ഥാനത്തേക്ക് ഉയർത്തിയത് എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് ഈ തിരിച്ചറിവാണ് അനിവാര്യം. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഈ തിരിച്ചറിവുണ്ടായിരിക്കട്ടെ. എവിടുന്നാണ് നമ്മൾ വളർന്നു വന്നത്? എങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത്? എന്താണ് ദൈവം നമുക്ക് സൗജന്യമായി തന്നിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, ദാവീദ് ഒരിടയ ചെറുക്കൻ. അവനെ വിളിച്ച് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കിയ ദൈവം തൻ്റെ മഹത്വത്തിൽ എന്നെയും പങ്കാളിയാക്കിയെന്ന് ദാവീദിന് ബോധ്യമുണ്ടായി. ആ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ദാവീദ് തൻ്റെ ഭാര്യ മിഖാലിനോട് പറഞ്ഞത്, നിൻ്റെ മുമ്പിൽ കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഇതിലും അപഹാസ്യനായി ഞാൻ പെരുമാറും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരു വലിയ തിരിച്ചറിവ് ഈ വചന ശുശ്രൂഷയിൽ ഉണ്ടാകട്ടെ. ദൈവം തന്നതല്ലാതെ മറ്റൊന്നും നമുക്കില്ല. നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഓരോരോ വഴി നടത്തുകളെ മനസ്സിലോർത്ത് അവിടുത്തെ മഹത്വപ്പെടുത്തി ഭൂമിയിലെ ജീവിതം നമുക്ക് ധന്യമാക്കാം. ഹല്ലേലൂയ. അതുവഴി ദൈവം നമ്മളെയും മഹത്വപ്പെടുത്തും. അതിനുള്ള കൃപ പരിശുദ്ധാത്മാവ് തരും. പൗലോസ്ലീഹ പറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞ വചനം ഒരിക്കൽ കൂടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. കൂട്ടിച്ചേർക്കുകയാണ്. എനിക്കെന്തുണ്ടോ അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദാനത്തിന് നമുക്കെന്ത് മഹത്വം? തന്നവന് മാത്രം മഹത്വം. എല്ലാ ജീവിത സാഹചര്യങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അനുദിന ജീവിതത്തിലെ ഓരോരോ സംഭവങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അത് നമുക്ക് എപ്പോഴും മനസ്സിൽ ഉരുവിടാം. ഞങ്ങൾക്കല്ല കർത്താവേ, നിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാ കഴിവുകൾക്കും, എല്ലാ സമ്പത്തിനും, എല്ലാ ആരോഗ്യത്തിനും, എല്ലാ സൗഭാഗ്യത്തിനും നമ്മുടെ കർത്താവിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.